എല്ലാവർക്കും നമസ്കാരം. സന്ദീപ് എടപ്പാൾ ഇനി വീഡിയോ ചെയ്യില്ലേ? സന്ദീപ് എടപ്പാൾ എവിടെ പോയി? ഇന്നലെ രാവിലെ ജാമ്യം കിട്ടിയിട്ട് ഇതുവരെ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സന്ദീപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ സന്ദീപ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സന്ദീപിന് എന്താണ് സംഭവിച്ചത്? സന്ദീപിനെ മെനഞ്ഞാന്ന് രാവിലെ പോലീസുകാർ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വരുന്നു. ചങ്ങരംകുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം നേരെ തൃക്കൊടിത്താനം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, സന്ദീപിനെ നേരത്തെ തന്നെ ഈ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇന്നലെ രാവിലെയാണ് സന്ദീപിനോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മെനിഞ്ഞാന്ന് രാവിലെ തന്നെ പോലീസ് അവിടെ എത്തുന്നു, സന്ദീപിനെ കൂട്ടിക്കൊണ്ട് വരുന്നു. ആ സംഭവങ്ങളൊക്കെ നടന്നു. ഇന്നലെ രാവിലെ ജാമ്യം കിട്ടി സന്ദീപ് പുറത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പേടിച്ചിട്ടില്ല, ഞാൻ സ്ട്രോങ് ആയി ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സന്ദീപിന്റെ വാക്കുകളിൽ കേൾക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ പതറിപ്പോകും. എന്നാൽ സന്ദീപ് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നു. ആ ഒരു വിൽ പവറിന് ആദ്യമേ ഒരു ഹാറ്റ്സ് ഓഫ്. ഇപ്പൊ സന്ദീപിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. സോ ആ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് ആ വീഡിയോ കണ്ട് തന്നെ സംസാരിക്കാം. ഒരു കഥ സൊല്ലട്ടുമാ. വീഡിയോ വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല, പുതിയ ഫോൺ വാങ്ങണല്ലോ. 2 ഫോണൊക്കെ വാങ്ങി അതിൻ്റെതായ സാധനങ്ങളൊന്നും ഇല്ലടേ ഇതിൽ, അതൊക്കെ അതിൽ കയറ്റണ്ടേ, മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സമയം വൈകിയതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇന്നലത്തെ ലൈവ് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു വീഡിയോ ഇട്ട് തന്നുള്ളൂ. കാരണം ചില ആളുകൾ ഇല്ലാ കഥകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയിട്ടാണ് ഇനി ജാമ്യം കിട്ടുക, ജയിലിൽ അടക്കപ്പെട്ടു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പറഞ്ഞ ആളുകളൊന്നും ഇപ്പൊ കാണില്ല കേട്ടോ. അതിനിടയ്ക്ക് ഇന്നലെ 1-2 പേരുടെ മെഴുകൽ കണ്ടു. ഞങ്ങൾക്ക് ജാമ്യം, സ്റ്റേഷൻ ജാമ്യം തന്നെ കിട്ടുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ വേറൊരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, നിങ്ങൾ എന്താ വിചാരിച്ചത്, സ്റ്റേഷൻ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കേസ് അങ്ങ് ഇല്ലാതാവുന്നുണ്ടോ? അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല. ജാമ്യം കിട്ടി, ഇനി അത് കേസിന്റെ വഴിക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയിട്ട് സന്ദീപിന് വേണ്ട കാര്യങ്ങൾ സന്ദീപ് പ്രസന്റ് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരും പ്രസന്റ് ചെയ്യും. അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാർ കഴിഞ്ഞ ദിവസം കിടന്ന് അട്ടഹസിച്ച പോലെ ഇവിടെ അട്ടഹസിക്കാനൊന്നും ആർക്കും സമയമില്ല. ബാക്കിയേക്കാം. എനിക്കന്ന് സംഭവിച്ചതെന്ന് അറിയാൻ ഒരുപാട് ആളുകളുടെ കൗതുകമുണ്ട്. എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ കുറെ യൂട്യൂബർമാർ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നന്ദി ഞാൻ പറയാം. കാരണം അത്രമാത്രം എന്നെ അങ്ങ് ആകാശത്തേക്ക് പൊക്കി വെച്ചില്ലേ. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, എന്റെ കഥ, എന്റെ മാത്രം കഥ, എന്റെ സാങ്കല്പിക കഥ. അവിടെയാണ് എന്റെ സംശയം വന്നത്. കഴിഞ്ഞ ദിവസം പല ആൾക്കാരുടെയും വീഡിയോ കണ്ടു, സന്ദീപ് അറസ്റ്റിൽ, സന്ദീപിന് പുറം ലോകം കാണില്ല, സന്ദീപിന് ജാമ്യം കിട്ടണമെങ്കിൽ കോടതിയിൽ പോയാൽ മാത്രമേ ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് കണ്ടു. അവിടെയും സന്ദീപ് ചെയ്തൊരു കാര്യം, അതൊരു സാങ്കല്പിക കഥ എന്ന് എല്ലാ വീഡിയോയിലും സന്ദീപ് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് സന്ദീപിനെതിരെ കേസ് കൊടുത്തത്, കംപ്ലൈന്റ് കൊടുത്തത്, അറസ്റ്റ് ചെയ്യിച്ചത് എന്നൊരു ഭയങ്കര സംശയം തോന്നി. കാരണം ഈ സാങ്കല്പിക കഥ എന്ന് പറയുമ്പോഴും ഇത് ഇന്നയാളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ മറ്റൊരു യൂട്യൂബർ, അയാൾക്കെതിരെ കേസില്ല. അതെന്താ അങ്ങനെ? സന്ദീപിന്റെ 5 പാർട്ടിൽ, വലിയ എനിക്കൊന്ന് 5ാമത്തെ പാർട്ടി ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഈ 5 പാർട്ടിലും സന്ദീപ് സാങ്കല്പിക കഥ എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ വ്യക്തികളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. സാങ്കല്പിക കഥ എന്ന് പറയുമ്പോഴും എന്തിനാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു ഫോട്ടോ വെച്ചു, ഫേസ് മാസ്ക് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ വെച്ചു, അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെ പല ആൾക്കാരും പറഞ്ഞു രേഷ്മ പി തങ്കച്ചനെ അവഹേളിച്ചു, അധിക്ഷേപിച്ചു, അതുകൊണ്ടാണ് കേസ് വന്നത്, അതിന്റെ പേരിലാണ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 മീഡിയ വരെ അങ്ങനെ വാർത്തകൾ ഉണ്ടാക്കി. എനിക്ക് ആ മീഡിയക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് കൊടുക്കുക. ഇത് ഏത് കേസാണ്, FIR പോലും നിങ്ങൾ വായിച്ച് നോക്കിയിട്ടില്ല എന്ന് മനസ്സിലായി. എനിക്കൊരു മംഗളം TVയോ അങ്ങനത്തെ ഒരു ചാനലാണെന്ന് തോന്നുന്നു. FIR പോലും നിങ്ങൾ വായിച്ച് നോക്കാതെയാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്. രേഷ്മ പി തങ്കച്ചനെ അധിക്ഷേപിച്ചു, അതിന്റെ പേരിൽ യൂട്യൂബർ അറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കൊടുത്തത്. FIR-നകത്ത് ആ പേര് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ വെറുതെ ആ വ്യക്തിയെ ഇതിലേക്ക് വലിച്ചിടുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അവരുടെ സ്റ്റോറിയും അവരുടെ സ്റ്റാറ്റസും അവരുടെ റീലൊക്കെ കണ്ടിട്ടായിരിക്കും അത്തരം ഒരു വാർത്ത കൊടുത്തത്. ആ വാർത്ത കൊടുക്കുന്നതിന് മുന്നേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് തിരിച്ചറിയാനുള്ള ബോധം കാണിക്കുക, മനസ്സ് കാണിക്കുക, എന്നിട്ട് വാർത്ത കൊടുക്കുക. ഇത് കേസ് വേറെയാണ്, ആ വ്യക്തിയുമായി യാതൊരു ബന്ധമില്ലാത്തൊരു കേസാണ്. അപ്പോൾ വാർത്ത കൊടുക്കുമ്പോൾ അതൊന്ന് ആലോചിക്കുക, അന്വേഷിക്കുക. യൂട്യൂബേഴ്സിന് കിട്ടുന്നേക്കാളും ഈസിയായിട്ട് നിങ്ങൾക്ക് FIR കിട്ടും. അതൊന്ന് വായിച്ച് നോക്കാനുള്ള സമയം പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ബാക്കിയേക്കാം. കേസ് കള്ളക്കേസാണ്, ബാക്കിയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് കള്ളക്കേസാണ്. ബാക്കിയൊക്കെ കോടതിയിലാണ്. 2 ഫോണായിട്ട് പിടിച്ചെടുത്തു, ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നതല്ല എന്ന് അവരോട് ഒരുപാട് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് അവർ പോകുന്ന ആ സമയം വരെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് പോലീസുകാർ നമ്മൾ പെരുമാറിയത്. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും നമ്മളോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോകുന്ന സമയത്തല്ല സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് അടിപൊളിയായിട്ട് കാറിൽ അങ്ങ് ഇരുന്ന് പോയി. ഒരുപാട് ആളുകൾ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അവരെ ഫോൺ എടുക്കാൻ കഴിയില്ല, ഫോൺ അവരുടെ കയ്യിലാണ്. എന്നാലും വീട്ടിലുള്ള ആളുകളുടെ ഫോണൊക്കെ, അളിയനാണെങ്കിലും അല്ലെങ്കിൽ അമ്മ, ചേച്ചി, അങ്ങനെയുള്ള ആളുകളുടെ ഫോൺ മാത്രം എടുക്കാൻ സമ്മതിച്ചിരുന്നുള്ളൂ. ബ്രദേഴ്സിൻ്റെ ഒക്കെ പുറത്തുനിന്നുള്ള നമ്മളെ ലോയേഴ്സും അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് യൂട്യൂബർമാർ ഇത് അറിഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു, ആരും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഒന്നിൽ നിന്നാണ് തുടങ്ങാം. അസുഖമുള്ള അവരെയാണ് ഞാൻ അതും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പലതും പറഞ്ഞത്. പക്ഷേ ഈ അസുഖമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്, എൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിരന്തരമായി അവരുടെ അസുഖം മാറണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഞാൻ ഇടക്കിടക്ക് പറയുന്നു. ഇന്നും ഞാൻ ആ പ്രാർത്ഥനയിൽ മുഴുകുന്നു. അതത്രേ ഉള്ളൂ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ പേടിച്ചു പോയി എന്നുള്ളതാണ്. അല്ല, ഒരു ഭയപ്പാടും എനിക്കില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ഒരു പ്രസ്തുത വ്യക്തി എൻ്റെ അടുത്ത് വന്നത് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് പറയണേ സന്ദീപ് എന്ന് കമൻറ്റ് കുറേ കണ്ടു. ഇത്രയേ ഉള്ളൂ.
പുറത്തേക്ക് പറയാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വേർഡ് അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഊഹിക്കാമല്ലോ. ആ വ്യക്തി ഒന്നും പറയുന്നില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒരാൾ സുഖമില്ലാണ്ടിരിക്കുമ്പോഴും ആ വീഡിയോ എടുക്കാനൊക്കെ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. കുടുംബം മുഴുവൻ വന്ന് നിൽക്കും. ആ ഫാമിലിയുള്ള 1-2 പേരെ കണ്ടു. കേസ് അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കേസാണ്. ഈ വ്യക്തിക്ക് ചിലപ്പം മറ്റേ പിന്തുണ കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ. സന്ദീപ് ബാക്കി പറയട്ടെ. പറയാൻ പറ്റില്ല. എങ്ങനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതൊന്ന് പറയുന്നില്ല, അതവിടെ കിടക്കട്ടെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയണം തോന്നിയാൽ ഞാൻ പറയാം. അതും പേഴ്സണലായിട്ട് ആർക്കെങ്കിലും പറഞ്ഞു തരാം എന്നുള്ളത് അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ എത്തിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഇവിടെ നിന്ന് പോലീസുകാർ നല്ല മാന്യമായ രീതിയിൽ പെരുമാറ്റം, വീട്ടിൽ വരെ സമയത്ത് എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവരൊന്ന് ബലം പിടിച്ചു. പിന്നീട് അവർ വീടിന് മുന്നിൽ വന്നു. സന്ദീപിന്റെ വീട്ടിലെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ പോലീസുകാരനാണ്, ആളെ മനസ്സിലായി. കാരണം ചങ്ങളം പോലീസ് സ്റ്റേഷനിൽ ആൾ 3 മാസം മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആളെ കണ്ട മനസ്സിലായി. കയറിയിരിക്കാൻ പറഞ്ഞു. വെള്ളത്തെ കുറിച്ച് സംസാരിച്ചു. സന്ദീപ് എങ്ങനെയാണ് കാര്യങ്ങൾ, FIR ഇട്ടിട്ടുള്ള ഒരു കേസാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ വീട്ടിലെ ചേട്ടന്മാർ, വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞു. അങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വണ്ടി കയറി പോയി. ഈ തൃശ്ശൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ കിടിലൻ ഭക്ഷണം, അടിപൊളി. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ചായയും കുടിച്ചു. അവരെന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വരെ വിളിച്ചറിയിക്കുന്നത് ഒരു പടക്കമുള്ള മീഡിയാസ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് മൊബൈൽ ഫോൺ പിടിച്ച് കുറേ എണ്ണം. നമുക്ക് ഇങ്ങനെ ഫേമസ് ആകാൻ കിട്ടുന്ന അവസരമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കയറി ചെന്നു. സ്വാഭാവികം. ഈ പറഞ്ഞ ടീമുകൾ ഉണ്ടെങ്കിൽ അവിടെ മീഡിയ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ വിളിച്ചു വരുത്തുമല്ലോ. അത് നമ്മൾ ഈ ജാത്തിയാണല്ലോ തൂത്താ പോവില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ അത് ചെയ്തിരിക്കും. കാരണം ഇത് അറസ്റ്റ് നടക്കണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പ്ലാൻഡ് ആയിരുന്നുള്ളത്. ഇങ്ങനൊരു അറസ്റ്റ് നടക്കണം, ഇതൊരു വാർത്തയാവണം, എങ്കിൽ മാത്രമേ മറ്റ് യൂട്യൂബേഴ്സിന്റെ വാടപ്പിക്കാൻ പറ്റുള്ളൂ എന്നതൊരു പ്ലാൻഡ് അറ്റാക്ക് തന്നെ ആയിരുന്നു. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവർക്ക് കിട്ടുന്ന ഓർഡർ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ബാക്കി ഇടയിലാണ് ആ ചെങ്ങായി എന്തോ ചോദിച്ചത്. എന്തോ എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. നേരെ അകത്ത് കയറി നമ്മുടെ പോലീസുകാർ മാന്യമായ രീതിയിൽ തന്നെയാണ് അവിടെയും പെരുമാറ്റം. CI ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിലും അടിപൊളി. കാരണം നമ്മളാരും കൊന്നതും പിടിച്ചൊന്നും അല്ലല്ലോ. നമ്മളൊരു കഥ പറഞ്ഞതാണ്. ആ കഥ വെറും ഒരു സാങ്കല്പികമാണ് എന്നുള്ളതാണ് അവർ നല്ലപോലെ തന്നെ സംസാരിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഒരു വ്യക്തിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. അയാൾ എന്നെ കാണാമെന്ന് മുഖത്ത് നോക്കിയില്ല, കാലിലേക്ക് നോക്കിയിട്ട് അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിലേക്ക് നോക്കി? അതെന്തിനാ കാലിലേക്ക്? അപ്പൊ ആ സമയത്ത് സന്ദീപിനെ മറ്റേ വട്ടം വരച്ച് കാണിച്ചോ? കേൾക്കുമ്പോൾ ശരിക്കും തമാശയായിട്ട് വരുന്നത്. ഈ ഒരു വിഷയം, ഈ ഒരു സിറ്റുവേഷൻ സന്ദീപ് ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ആളുടെ ഒരു സംസാരത്തിന് മനസ്സിലാവും. അത്രയും വിൽ പവറോട് നിന്നുകൊണ്ട് മാത്രമാണ് പതറിപ്പോവാത്തത്. സീരിയസ്ലി ഞാനാണെങ്കിൽ പോലും പതറിപ്പോകും. കാരണം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ സന്ദീപ് അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഈ കാലി നോക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. മുഖത്തേക്ക് നോക്കാൻ ഈ നോക്കണം എന്ന് ആവശ്യപ്പെട്ട വ്യക്തിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണോ കാലിലേക്ക് നോക്കി നിന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. അതോ എനിക്ക് കാല് മടക്കി തൊഴിക്കൊന്ന് പേടിച്ചിട്ടാണോ കാലിലേക്ക് നോക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ കേൾക്കണം അല്ലേ? ബാക്കി കേൾക്കാം. പരിപാടി അത്ര ഉണ്ടാകുന്നുള്ളൂ. പിന്നെ പോലീസുകാർ ഭക്ഷണം കാര്യങ്ങൾ വാങ്ങി തരുന്നുണ്ട്. എൻ്റെ ഏട്ടനും മറ്റുള്ള ആളുകളൊക്കെ അപ്പോൾ അവിടെ എത്തി. രാത്രി ജാമ്യം കിട്ടിയില്ല. അത്രയും നേരം വൈകിയതുകൊണ്ട് ജാമ്യമൊന്നും കിട്ടിയില്ല. എൻ്റെ വീട്ടുകാരാണ് എനിക്ക് പുറത്ത് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നത്. ഞാനത് കഴിച്ചു. നമുക്ക് നിലവിൽ 3 മണി വരെ ഒന്നും ഉറങ്ങാറില്ല. ശീലല്ലേ ഉറങ്ങിയിട്ടൊന്നും. ആ സമയത്തൊക്കെ നമ്മൾ ഫോണിൽ കളിച്ചിരിക്കുക. അതുപോലെ തന്നെ പോലീസുകാരോട് വർത്താനം പറഞ്ഞ് കഥയും പറഞ്ഞ് അങ്ങനെ ഇരുന്നവിടെ 1-2 തമ്മിൽ കണ്ടുട്ടോ. രാത്രി ഉറങ്ങാതിരുന്നവൻ കഥ എഴുതുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ കള്ളങ്ങൾ പടച്ചിറക്കിയല്ലേ. രാവിലെ ആയപ്പോഴേക്കും പുതിയ ഒരു വീഡിയോ, തന്റെ തമ്മിൽ സന്ദീപിന് ജാമ്യമില്ല ? ഇന്നലെ ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്ദീപിന് ജാമ്യം കിട്ടില്ല എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിക്കണ്ടായിരുന്നു. ആ വ്യക്തിയൊന്നും ഇപ്പൊ കാണാനില്ല, ഇന്ന് കണ്ടില്ല, ഇന്നലെ ഇന്നൊന്നും കാണുന്നില്ല. ആ ഒരൊറ്റ വീഡിയോ കണ്ടതുള്ളൂ, പിന്നെ കണ്ടില്ല. പക്ഷെ വേറൊരാളാണ് വന്നിരുന്നിട്ട് ജാമ്യം കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതോ സ്റ്റേഷൻ ജാമ്യം കിട്ടും നമുക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇനി ഒരിക്കലും പുറലോകം കാണില്ല എന്ന് പറഞ്ഞ ടീമുകളാണ്. സമ്മതിക്കണം. ഇപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഒരു സ്റ്റേഷൻ ജാമ്യം തരാനുള്ള വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. വകുപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു വകുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ജാമ്യം കിട്ടി. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം. ഷെഫീന ബീബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, യൂട്യൂബറാണ്. പേഴ്സണലായിട്ട് അവരെ എനിക്ക് അറിയില്ല, അവരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ചങ്ങരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് മെമ്മയും കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ച് അവിടുന്ന് നീങ്ങുന്ന സമയം മുതൽ ഷെഫീന താത്ത എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നിരുന്നു. എന്താണ് സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു തവണ ഫോൺ എടുക്കാൻ സമ്മതിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വകുപ്പും കാര്യങ്ങൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞു. അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, എന്താണ് വകുപ്പ് എന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി നോക്കണം നിങ്ങൾ, രാത്രി ആ കാലുകൊണ്ട് വയ്യാത്ത ആ ഒരു സ്ത്രീ അവരുടെ കാറിൽ എനിക്ക് ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു വ്യക്തിയോടും പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അവർ പറയുന്ന എല്ലാ കാര്യത്തിനോടും യോജിപ്പില്ല കേട്ടോ. ചില കാര്യങ്ങൾക്ക് യോജിപ്പ് ഇല്ലാത്തതുകൊണ്ട് ചിലത് ഓക്കെയാണ് എന്നുള്ളതാണ്. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും, എന്നോട് ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ എന്നെ ഒരു യൂട്യൂബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം നമുക്കൊന്ന് പൊക്കൂടെയും ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ മെനിഞ്ഞാന്ന് ഞാൻ കുറച്ചധികം ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് ഞാൻ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ സ്റ്റുഡിയോയിലേക്ക് പോകണം, അത്യാവശ്യമാണ്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ ഷെഫീനേശ് അവിടെ ചെയ്തൊരു കാര്യം, ഈ ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു കാര്യമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയം വരെ വണ്ടി ഓടിച്ച് പോവുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കാത്തു നിന്നിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി, അവർ മുന്നേ കണ്ടിട്ടില്ല എന്ന് പറയുന്നു, അവർ മുൻപ് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു, അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ നിന്ന് അവിടെ പോയി കാത്തു നിന്ന് സന്ദീപിന്റെ ജാമ്യം എടുക്കാൻ വേണ്ടി കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇത്രയധികം യൂട്യൂബേഴ്സ് ഉണ്ടായിട്ടും വേറെ ആരും അങ്ങനെ ചെയ്തില്ല, ഞാൻ പോലും ചെയ്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഷെഫീനേശ് ചെയ്ത ആ ഒരു കാര്യം, ആശയപരമായിട്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവർ ഈ ചെയ്തൊരു കാര്യം ഒരിക്കലും മറ്റൊരാൾക്കും ചെയ്യാൻ തോന്നില്ല.
അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് സന്ദീപ് ഇറങ്ങിയതിന് ശേഷം ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സന്ദീപിന്റെ ലൈവാണ്. സന്ദീപിന്റെ ലൈവ് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഷെഫിനീസിന്റെ വീഡിയോ കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഷെഫിനീസ് അവിടെ ഉണ്ടായിരുന്ന കാര്യം. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു വീഡിയോയുടെ ടൈറ്റിലിൽ താങ്ക്സ് ടു ഷഫീന ബീവി എന്ന് എഴുതി വെച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ തന്നെ ആ കാര്യം പറയുമായിരുന്നു. അത് ചെയ്തത് വലിയൊരു കാര്യമാണ്. സോ അതിന് ഹാറ്റ്സ് ഓഫ്. ബാക്കിയേക്കാം. എന്നിരുന്നാൽ പോലും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. അതുകൂടാതെ ഒരുപാട് യൂട്യൂബർമാരും ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല മേഖലകളിൽ നിന്നും എനിക്ക് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റേഷനിലോട്ട് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായിടേ എന്ന് പറഞ്ഞതുപോലെ ആയി എന്നുള്ളതാണ്. ഷെഫീന താത്തക്കാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കൊടുക്കുന്നത്. ഒരുപാട് മീഡിയാസ് വന്നിട്ട് അതൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കോടതിയിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് അവർ പുറത്ത് കാത്തിരിക്കുകയാണ്. അവരെടുത്ത് പോയി സംസാരിച്ച് അവരെനിക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിട്ട് സഹായങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ വീഡിയോയിലൂടെ തന്നെ ആദ്യമായിട്ട് ഞാൻ ജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് എൻ്റെ വീഡിയോയിലൂടെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അവരോടൊന്നും ഒരിക്കലും എനിക്ക് നന്ദി പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ആളുകൾക്ക് അവരോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് അവർ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ സഹായിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരോടും അതേപോലെ നന്ദി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. സത്യമല്ലാതെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയാറില്ല. എൻ്റെ കയ്യിലുള്ള പഴയ ഡിവൈസും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് ഞാൻ എപ്പോഴും പറയാനുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അത് അവർക്ക് കിട്ടും. അവർക്ക് ബോധ്യമാവും എന്താണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ. അതൊക്കെ വരും ദിവസങ്ങളിൽ പറയായിരിക്കും നല്ലത്. ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയാൻ പാടില്ല. അങ്ങനെ കാര്യമുണ്ട്. അതൊക്കെ എന്തായാലും 30-ാം തീയതിക്ക് ശേഷം മൊഴിയും കാര്യങ്ങളൊന്നും എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ കോടതിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് അത് അപ്പോൾ നോക്കാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒരുപാട് വ്യക്തികളുണ്ട്, പേരുകൾ പറയാൻ കഴിയില്ല. പേരൊന്നും പറയരുത് സന്ദീപ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വക്കീലന്മാർ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറയുന്നത് അവർ പറഞ്ഞതുകൊണ്ടാണെന്നുള്ളതാണ്. സഹായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കട്ടക്ക് നമ്മുടെ ഫാമിലി, കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നു, ഏട്ടുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവനാണ് എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം. എൻ്റെ വീട്ടിൽ 7 മണിക്കൂറോളം റണ്ണിങ് ആണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വലിയ ദൂരം കൂടുതലാണുള്ളത്. പക്ഷേ ട്രെയിനിൽ കയറിയത് എളുപ്പമാണ്, അത് വേറെ കാര്യം. പക്ഷേ കാറിലാണ് നമ്മൾ പോയതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസ് അത് കള്ളക്കേസാണ്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു സംഭവം അതിലില്ല. അത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതെടുത്ത് ആഘോഷിക്കുന്ന ആളുകളോട് നിങ്ങൾ ചില ആളുകളെ കുറിച്ചിട്ട് ചില കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ തന്നെ നിങ്ങളുടെ ചാനലുകളിൽ ഉണ്ടല്ലോ എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം പല ആളുകളെ കുറിച്ച് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ആരായി, നമ്മൾ എന്തോ ആയി. പക്ഷേ ഞാൻ ആരോരും അറിയാതെ അധോലോകമായ ആളാണ്. എനിക്ക് ഇത്രമാത്രം സപ്പോർട്ട് ഉണ്ട് എന്ന് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പോൾ അസുഖമുള്ള ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയിലും അവരുണ്ടാവും. സുഖമെല്ലാം മാറട്ടെ. നമ്മളോട് വിദ്വേഷവും പകയും അവർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. പോലീസുകാരുടെ പെരുമാറ്റം വളരെ മനോഹരമായിരുന്നു. അവർ വളരെ മാന്യമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പിന്നെ ഫോൺ പോവും, പിന്നെ സിമ്മും കാര്യങ്ങളൊന്നും കിട്ടില്ല. അത് പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളും എടുത്തു എന്നുള്ളതാണ്. നാട്ടുകാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നാട്ടുകാരോട്, ഈ നാട്ടിൽ നിരന്തരമായിട്ട് വയൽ ശേഖരങ്ങൾ നികത്തി അതിൽ വീട് വെക്കുന്ന, വലിയ വീട് വെക്കുന്നതും അല്ലാതെ നികത്തി പറമ്പായിട്ട് വിൽക്കുന്ന നടത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായി സന്ദീപ് അപ്പോൾ അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ റിമാൻഡിലാണ് ചില യൂട്യൂബർമാരും പറയുന്നത് എന്നുള്ളതാണ്. ജാമ്യം കിട്ടിയില്ല, അതാണ് ഇതാണെന്നൊക്കെ. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച് അങ്ങനെ എന്തൊരു സാധനം പറയുന്നുണ്ട്. ശരിക്കും സന്ദീപിനെ ഞാൻ ആദ്യമായിട്ട് സന്ദീപിന്റെ വീഡിയോ കാണുന്നത് ഈ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ വയൽ നികത്തി വീട് വെക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സന്ദീപിന്റെ നാട്ടിൽ നടന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് സന്ദീപിന്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്നും സന്ദീപ് സംസാരിച്ചത് ഇതേ ഒരു സ്ട്രെങ്തോടു കൂടി തന്നെയാണ്, ഇതേ ഒരു ആർജവത്തോടു കൂടി തന്നെയാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ടോടു കൂടിയാണ് സന്ദീപ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എടുത്തു പറയേണ്ടത് സന്ദീപിന്റെ ഫാമിലി, അവിടെ എത്തിച്ചേർന്ന ആൾക്കാരും, ഒപ്പം ഷഫീന ചേച്ചിയും ഷഫീന ചേച്ചിയുടെ അഡ്വക്കേറ്റും ഒക്കെ ഇതിനു വേണ്ടി സന്ദീപിനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് സന്ദീപ് പറയുന്നത്. അതിന് എല്ലാം ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നുള്ളതാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമായിരിക്കില്ല. അതുകൂടി ഈ ഒരു അവസരത്തിൽ പറയുവാണ്. ബാക്കിയേക്കാം. FIR കോപ്പി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർമാരെ വിളിച്ച് ചോദിച്ചു കിട്ടും. എനിക്ക് തരാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അതിൽ അങ്ങനെ ഒരു സംഭവം അല്ല ഉള്ളത്. അത് വേറെ കേസാണ്, അത് കള്ളക്കേസാണ്. അതോടൊക്കെ. അപ്പോൾ മണ്ണിട്ട് നികത്താൻ അവർക്ക് അവസരം കിട്ടുന്ന ഒരു അവസരമാണ് സന്ദീപ് ജയിലിൽ കിടന്നാൽ. ഉടനെ തന്നെ സന്ദീപിന് അത് വേണം. ഞങ്ങളെ പാടം നികത്താൻ സമ്മതിച്ചില്ല എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ നിലനിൽപ്പിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നാളെയുടെ മക്കൾ പ്ലാസ്റ്റിക് നിന്ന് ജീവിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് വെച്ചാൽ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തനമാണ്, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനും കൂടിയാണ് എന്ന ബോധം നിങ്ങൾക്കുള്ളത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പാടം മണ്ണിട്ട് നികത്താൻ നിൽക്കണ്ട. വീഡിയോ എടുത്തങ്ങ് ഏറി ഞാൻ കയറ്റും, ഇനിയും കയറ്റും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഒരു കേസ് വന്നപ്പോൾ നാട്ടിലുള്ള ഈ പറയുന്ന സോക്കോൾഡ് ടീമുകൾ അവരും അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. സന്ദീപ് അകത്തായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പരിപാടി നടക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് മനക്കോട്ട കെട്ടിയിരുന്ന ആൾക്കാർ, ഇവിടെ കുറച്ച് ആൾക്കാർ മനക്കോട്ട കെട്ടിയിരുന്നല്ലോ, സന്ദീപ് അകത്തായി, സോ ഇനി കഥകളൊന്നും പുറത്തു വരില്ല. അല്ല, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സാങ്കല്പിക കഥ എങ്ങനെയാണ് സ്വന്തം കഥയായിട്ട് ചിത്രീകരിച്ചിട്ട് ചിന്തിച്ചിട്ട് ഒരു കംപ്ലയിന്റ് കൊടുത്താൽ ഇനി അത് സ്വന്തം കഥ തന്നെയാണോ? കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്. സന്ദീപ് സാങ്കല്പിക കഥയല്ലേ പറഞ്ഞത്? അതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അഡ്മിറ്റ് ചെയ്തോ? ഇതാണ് കമന്റ് ബോക്സ് ചോദിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വല്ലാത്ത ആൾക്കാരൊക്കെ തന്നെയാണ്. ബാക്കി കാരണം നിങ്ങൾ ഇന്ന് തിന്ന് ചത്തങ്ങ് പോവും. നാളെ എന്താ ഉണ്ടാവുക അറിയോ? നാളെ നിങ്ങളുടെ മക്കളുടെ മക്കൾ ഇവിടുന്ന് തിന്നാനൊന്നും കിട്ടാത്ത ചരല് വാരി തിന്നാൻ അതുണ്ടാവുള്ളൂ. പാടനകത്താണെങ്കിൽ അത് വാരി തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ അത് പറയുക തന്നെ ചെയ്യും. എന്നോട് വിദ്വേഷവും വിരോധവും തോന്നിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കുറേ കാര്യങ്ങൾക്ക് പറയാൻ കഴിയില്ല. അടുത്ത വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയും. പിന്നെ കഥ അടുത്ത ഒരു പാർട്ടിയിലൂടെ തുടങ്ങും. പുതിയ കഥ, പുതിയ സന്ദർഭങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ, പുതിയ കഥാസന്ദർഭങ്ങളിലൂടെ സീരിയൽ വീണ്ടും
തുടങ്ങുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ചില ടീമുകളും എന്തൊക്കെയോ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ. ഇന്ന് കേട്ടൊരു വാർത്തയാണ്, വേറെ ആരുടെയൊക്കെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മളുണ്ടോന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ പേരിൽ വരാം. കാരണം നമ്മൾ സംസാരിക്കുന്നത് തെറ്റുകൾക്കെതിരെയാണല്ലോ, വിമർശിക്കുന്നത് തെറ്റുകൾക്ക് എതിരെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ചെയ്യുന്നവർ എന്തായാലും നമുക്കെതിരെ തിരിയും. അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷവും ഈ പറയുന്ന ഫോൺ കോളുകളും അറസ്റ്റും ഒക്കെ നമ്മളും എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. സന്ദീപ് പുറത്തിറങ്ങിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വീഡിയോകൾ തെറ്റിനെതിരെ ചെയ്യാൻ കഴിയട്ടെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.